പടം ഒരു രക്ഷയില്ല. മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുപോലൊരു പടം വേറെ ഇല്ല, നിർമ്മിച്ചിട്ടില്ല. ഈ തിയേറ്ററിൽ നമ്മളെട്ടും പിന്നെ ഒരു 3 പേരാണ് ഉണ്ടായിരുന്നത്. ആരുണ്ട്? ഇന്ദ്രയത്തിൻ്റെ ഭാര്യയുണ്ടെന്നൊക്കെ പറയണേ, എനിക്കറിഞ്ഞൂടെ ഇതാ ആരൊന്ന്. അവ ഉറങ്ങിയൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ എൻ്റെ പുറത്തൂരൊക്കെ വന്ന് ചേർക്കാം. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ ടിക്കറ്റ് കിട്ടിയോണ്ടാണ് കയറി കണ്ടത് സിനിമ. പിള്ളേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ഈ അടി ഇടി ഗുസ്തി അക്രമം മദ്യം മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പടം ഒരു രക്ഷയില്ല. മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ ഇതുപോലൊരു പടം വേറെ ഇല്ല, നിർമ്മിച്ചിട്ടില്ല. ഈ തിയേറ്ററിൽ നമ്മളെട്ടും പിന്നെ ഒരു 3 പേരാണ് ഉണ്ടായിരുന്നത്. മൊത്തം 11 പേരാണ് കാണാൻ ഉണ്ടായിരുന്നത്. പടമൊക്കെ നമ്മൾ കണ്ണടച്ചിരുന്ന് കണ്ടു. അത്രയ്ക്ക് കിടലൻ പടമാണ്. എനിക്കിത്രേ പറയാനുള്ളൂ. ഒരു കഥയില്ല. കഥയെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റേ തോന്നത്തില്ല. കണ്ണടച്ചിരുന്ന് കണ്ടു. അങ്ങനത്തെ ഒരു പടം. അഭിനയമൊക്കെ ഇതൊക്കെ ആരൊക്കെയെന്ന് പോലും അറിഞ്ഞൂടാ. എന്താണ് കൊള്ളൂല, അഭിനയമൊന്നും കൊള്ളത്തില്ല കേട്ടോ. ആരുണ്ട്? ഇന്ദ്രയത്തിൻ്റെ ഭാര്യയുണ്ടെന്നൊക്കെ പറയണേ, എനിക്കറിഞ്ഞൂടെ ഇതാ ആരൊന്ന്. അവ ഉറങ്ങിയൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ എൻ്റെ പുറത്തൂരൊക്കെ വന്ന് ചേർക്കാം. പക്ഷേ കുഴപ്പമില്ല. പക്ഷേ അത്ര പോലെ ത്രില്ലർ ഇടയ്ക്ക് കുറച്ച് ത്രില്ലായി. പക്ഷെ അതങ്ങ് പോയി. ത്രില്ലങ്ങ് പോയി. കൊള്ളായിരുന്നാട്ടെ. എല്ലാവരും പൈസ ഉടയി കാണണം. കൊള്ളാം, നല്ല മൂവി. ടിക്കറ്റ് കിട്ടിയോണ്ടാണ് കയറി കണ്ടത് സിനിമ. 2 മണിക്കൂർ സിനിമയ്ക്ക് 1 മണിക്കൂർ അകത്തിരുന്ന് ഉറങ്ങിയവനാണ് ദൈവം കേട്ടാ. ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ അവൻ കാർ ഓടിക്കുന്ന 2-3 സീനുണ്ട്, അത് മാത്രം കൊള്ളാം. കുറെ കാറും ഉണ്ട്, കുറെ അടിയുണ്ട്, കുറെ BGM ഉണ്ട്, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. എനിക്ക് വലുതായിട്ട് വേറെ ഫീലൊന്നും ചെയ്തിട്ടില്ല. കഥയായിട്ടൊന്നുമില്ല ഇതിൽ. ഒരു കഥയായിട്ടൊന്നും എടുത്തിട്ടില്ല. കാണാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റ് തോന്നണില്ല. അതാണ് വിഷയം. വേറെ ഒന്നുമില്ല. കൊള്ളാം, കുഴപ്പമില്ല. സിനിമയ്ക്ക് പറയാൻ മാത്രമൊന്നും തോന്നില്ല. ബാക്കി സിനിമകൾ കണ്ടിട്ട് ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും തോന്നുന്നില്ല. പടം കൊള്ളായിരുന്നു. പടം പോരാ, നമ്മൾക്കൊന്നും ഇഷ്ടപ്പെടൂല. അല്ലാതെ ഫാമിലി ആയിട്ടൊക്കെ പറഞ്ഞവർക്ക് കണ്ടുകൊണ്ടിരിക്കുക, അത്രയാണ്. നമ്മളിങ്ങനെ ജില്ലെന്നുള്ള പടങ്ങൾ കണ്ടിട്ട് ഇത് വരുമ്പോൾ ഒരു ഇതില്ല. ഫാമിലി ആയിട്ടൊക്കെ കുഴപ്പമില്ല. പിന്നെ കപ്പിൾസിൻ്റെ ഒക്കെ വന്നിരുന്ന് കാണാം. ശോകമാണെന്ന് ചോദിച്ചാൽ കണ്ടുകൊണ്ടിരിക്കാം. ആവറേജ് പടം. വളരെ നല്ലൊരു സിനിമ. ഞാൻ ഒരു 10ൽ 9 മാർക്കും കൊടുക്കും. അത്രയ്ക്ക് നല്ല സിനിമയാണ്. എന്ന് പറയുമ്പോൾ രഘുനാഥ് പല്ലേരിയുടെ തിരക്കഥയാണ് എന്ന് കണ്ടിട്ടാണ് ഞാൻ സിനിമ കാണാൻ കയറിയത്. പിന്നെ ഷാനവാസ് കെ ബാബുക്കുട്ടിയുടെ സംവിധാനം. പുള്ളിയുടെ നേരത്തെയുള്ള 2 സിനിമയും പോലെ തൊട്ടപ്പനും കിസ്മത്തും 2 നന്നായിട്ട് ചെയ്തിട്ടുള്ള ഡയറക്ടറാണ്. അപ്പോൾ അത് ആ ഒരു ഉറപ്പും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കയറിയത്. പിന്നെ ഈ പേരിൽ ഒരു കട്ടിൽ ഒരു മുറി, ഇനി ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ ആവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. പക്ഷേ ബിഗിനിങ് ടു എൻഡ് വളരെ നന്നായിട്ട് ചെയ്യാം. കാരണം കുറേ സസ്പെൻസുകളൊക്കെ സൂക്ഷിക്കുന്ന സസ്പെൻസ് ത്രില്ലറൊന്നുമല്ല, ഫുള്ളി ഓറിയൻറ്റഡ് മൂവി, ഫാമിലി ഓറിയൻറ്റഡ് മൂവി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ആക്ഷനും ഗുണ്ട അങ്ങനെയൊക്കെയുള്ള പരിപാടി. പക്ഷേ അതൊന്നും ഒട്ടും ബോറിംഗ് അല്ല. കഥയായിട്ട് ചേർന്ന് പോകുന്ന ഇതായിട്ടാണ്. വളരെ നന്നായിട്ട് രഘുനാഥ് പല്ലേരി തിരക്കഥ ചെയ്തിട്ടുണ്ട്. പുള്ളി അഭിനയിച്ചിട്ടുമുണ്ട്. പിന്നെ അഭിനേതാക്കളുടെ കാര്യം പറയാനാണെങ്കിൽ നായകൻ ഹക്കിം, നായിക പ്രേംവദ, പൂർണിമ, രഘുനാഥ് പല്ലേരി, ഇവരെല്ലാം, പിന്നെ നമ്മുടെ ഷമ്മി തിലകൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് വന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം അത്രയ്ക്ക് ഒരു ടച്ചിങ് ആയിട്ട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൂവി എന്ന് പറയും. അത്രയ്ക്ക് നല്ലൊരു സിനിമ. പിള്ളേർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ഈ അടി ഇടി ഗുസ്തി അക്രമം മദ്യം മയക്കുമരുന്ന് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഈ സിനിമ തുടക്കം മുതൽ ഒടുക്കം വരെ യാതൊരു ലാഘൂല. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ചില സമയമൊക്കെ നമുക്കൊരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൂവി അല്ലേ. പിന്നെ വളരെ നന്മയുള്ള സിനിമയെന്ന് വേണമെങ്കിലും പറയാം. അത്രയ്ക്ക് നല്ലൊരു ഫിലിം. എനിക്ക് ഈ ഞാൻ മുടക്കിയ പൈസ 150 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ 200 രൂപയ്ക്കുള്ള ഒരു റിസൾട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഫിലിമാണ്. കാരണം സംവിധായകനാണെങ്കിലും തിരക്കഥാകൃത്താണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും ഒന്നുകൂടെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രയ്ക്ക് നല്ലൊരു സിനിമയാണ്.